ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ സെമസ്റ്റർ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അറൗണ്ട് ഇപ്പം നമുക്കൊരു ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെം എക്സാമിൻ്റെ ഒരു ടൈമാണ്. ബട്ട് എനിക്ക് ഈ സെമ്മിൽ അധികം അധികം റിട്ടേൺ എക്സാംസ് ഇല്ല. കുറച്ച് റിട്ടേൺ എക്സാംസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെൽഫ് അസസ്മെൻ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അപ്പം കുറച്ച് നമുക്ക് അക്കാഡമിക് ഫോക്കസ് എന്തായാലും ചെയ്യണമല്ലോ. ബിക്കോസ് ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാഡമിക്സ് തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രയോറിറ്റി അത് തന്നെയാണ്. എന്തായാലും ഇന്ന് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടൻ്റ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കെങ്ങനെ ഞാൻ എങ്ങനെയാണ് ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ഡേയിൽ ഇപ്പോൾ ഒരു 24 hours ഉണ്ടെങ്കിൽ നമുക്കതിൽ എത്ര ടൈം നമുക്കൊരു സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ബിറ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എന്തായാലും എനിക്ക് 28ന് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് എക്സാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു സ്റ്റഡി വ്ളോഗായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ മടിയില്ലാതെ പഠിക്കുകയും ചെയ്യും. എന്തായാലും വ്ളോഗ് ചെയ്യുവാണ്. അപ്പം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വ്ളോഗിൽ ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കുകയും ചെയ്യും. മാത്രമല്ല കുറച്ചും കൂടി ഒരു ഫോക്കസ് ഉണ്ടാവും. ഒരു അധികം മടി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ലൈവ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിക്കാം എന്നുള്ളത്. ഇതാണ് ഗൈസ് പുറത്തുള്ള ഒരു വ്യൂ കേട്ടോ ഇപ്പം. അപ്പോൾ നമുക്ക് അധികം ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. എന്തായാലും ഒരു പോസിറ്റീവായിട്ട് പഠിക്കാനൊരു മൂഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂഡ് കളയണ്ട, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ഫോൺ വെക്കാം കേട്ടോ. ടൈം ലാപ്സിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ ഫോൺ വെക്കാം. അപ്പോൾ എന്നിട്ട് ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഞാൻ PPT ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ലൈഡ്സ് ആയിട്ട് എടുത്തിട്ട് പഠിച്ചു തുടങ്ങണം. കൂടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്കൊന്ന് മെയിൻ പോയിൻ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. എനിക്കല്ലെങ്കിലും ഈ ഡിജിറ്റൽ നോട്ട്സിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ റിട്ടൺ നോട്ട്സാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഡിജിറ്റൽ നോട്ട്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ റിട്ടൺ നോട്ട്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എഴുതി ഒന്ന് നമ്മളായിട്ട് തന്നെ എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും റിട്ടൺ നോട്ട്സ് ആയിട്ടോ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇതാക്കി കത്തിച്ച് വെച്ചിട്ടോ. കാര്യം എന്താ വെച്ചാൽ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനിൽ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാം.
കാര്യങ്ങളൊക്കെ ഇന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് മെയിനായിട്ട് 2 PPT നോക്കണം എന്നായിരുന്നു. മെയിനായിട്ട് ആ 2 PPT ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ 2 PPT കവർ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതിന് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സോറി, അത് ഷേക്ക് ആയത് കേട്ടോ. ഞാൻ ക്യാമറ ഇങ്ങനെ വയ്ക്കാം. കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ സോ ഇതാണ് എൻ്റെ ഒരു ഏകദേശം ഒരു സ്റ്റഡി ഷെഡ്യൂള്. ഞാൻ പഠിക്കുന്ന രീതി കാര്യങ്ങൾ എല്ലാം അതേപോലെ ഞാൻ കവറപ്പ് ചെയ്ത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എല്ലാവർക്കും ഇപ്പോൾ ഈ സ്റ്റഡി വ്ളോഗൊന്നും കാണാൻ, സ്റ്റഡി ഷെഡ്യൂൾ കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാവണം എന്നില്ല വീഡിയോ നോക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് വെറുതെ അവരെ മുഷിപ്പിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുള്ളി അതേപോലെ കാണിക്കുന്നില്ല. ബട്ട് എന്നാലും ഏകദേശം മെയിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്, ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം സമ്മർ ഇൻടേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറേയധികം അപ്ഡേറ്റ്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വൈകാതെ വരുന്നതായിരിക്കും. ബിക്കോസ് എന്തായാലും ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, എന്താ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറേ ക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോസ് വൈകാതെ വരുന്നതായിരിക്കും. ഇപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ടൈം കിട്ടാത്തത്. ഏകദേശം ഒരു 14 days കഴിഞ്ഞു എന്ന് തോന്നുന്നു. 14 to 15 days നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുത്തേക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളത്, പിന്നെ അതുപോലെ തന്നെ ജർമ്മനി റിലേറ്റഡ് കണ്ടൻറ്റ്സ് എന്തൊക്കെ വേണം, സ്റ്റഡി അബ്രോഡ് കണ്ടൻറ്റുകൾ എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് പോലെ കൊടുക്കും. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോരോ വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അത് ഞാൻ ഒരുപാട് വന്ന അന്ന് മുതൽ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനലി അതിലേക്ക് ഫുള്ളി റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും അതിന് ചെറിയൊരു പോസിറ്റീവ് റിസൾട്ടൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് കാര്യങ്ങൾ, അതെങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.